ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല ടീച്ചർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശശികല ടീച്ചർ, തിരുവനന്തപുരത്തെ ക്ഷേത്രത്തിലാണ്, മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ ഭക്തജനങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ പോലീസ് നഗരത്തിലുള്ള ഒരു ക്ഷേത്രത്തിലാണ് ഇത്തരം കൃത്യം അവർ നടത്തിയിരിക്കുന്നത്. കാരണം ഒരു ക്ഷേത്രത്തിൽ പൂജ ചെയ്തുകൊണ്ടിരുന്ന ഒരു പൂജാരിയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പിറ്റേ ദിവസം സ്റ്റേഷനിൽ എത്താമെന്ന് സമ്മതിച്ച ഒരു പൂജാരിയാണ് പൂജാവേളയിൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് മുമ്പായി ക്ഷേത്ര നട തുറന്ന് പൂജകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്ഷേത്ര പൂജാരിയാണ് ഇതേപോലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വലിയ കുറ്റം ചെയ്തു എന്നുള്ള പേരിൽ അല്ലെങ്കിൽ എന്നുള്ള തരത്തിൽ വിലങ്ങ് വെച്ച് പോലീസ് വണ്ടിയിൽ കൊണ്ടുപോകുന്നത് പൂജാരിയെ. നമ്മൾ മനസ്സിലാക്കണം, ഒരു ക്രൈസ്തവ ദേവാലയത്തിലെ ഒരു പുരോഹിതനെ ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമോ? ഒരു ഇസ്ലാം മത അല്ലെങ്കിൽ ഒരു മസ്ജിദിലെ ഒരു പുരോഹിതനെ ഇത്തരത്തിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഇതൊന്നും നടക്കാത്ത ഒരു സ്ഥലത്താണ് ഒരു ക്ഷേത്ര പൂജാരിയെ ഇത്തരത്തിൽ യാതൊരു വിധമായ ചട്ടങ്ങളും പാലിക്കാതെ പോലീസ് ഇത്തരത്തിൽ തെമ്മാടിത്തരം കാണിക്കുന്നത്. എന്താണ് ശ്രീ ശശികല ടീച്ചർ പറയാനുള്ളത്? ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക എന്ന് നമ്മൾ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് ഉള്ളിൽ ആ ബോധം തോന്നാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി എന്നതൊരു സത്യമാണ്. ഒരു ക്ഷേത്രത്തിന് അതിന്റെ ആചാരങ്ങളാണ് ഏറ്റവും പവിത്രമായത്. നമുക്കറിയാം, കൊറോണ കാലത്ത് ഭക്തജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സമയത്ത് പോലും വളരെ ബുദ്ധിമുട്ടി, ക്ഷേത്രങ്ങളിൽ വരുമാനമില്ലാത്ത കാലത്തും ക്ഷേത്ര നടകൾ തുറന്ന് കൃത്യമായി പൂജാതി കർമ്മങ്ങൾ നമ്മൾ നടത്തിയിരുന്നു. കാരണം അത് മുടങ്ങാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അത്ര വളരെ ബുദ്ധിമുട്ടിയത്. പൂജാരിമാരെ വരാനും ഒക്കെ ബുദ്ധിമുട്ടിയിരുന്നു. നമ്മൾ ഒരു ദിവസം പോലും ക്ഷേത്ര നട അടയ്ക്കാതെ എല്ലാ ക്ഷേത്രങ്ങളും ആ ആചാരങ്ങൾ കൃത്യമായി പാലിച്ചു പോന്നു. ഇവിടെ അതാണ് അനാവശ്യമായി ലംഘിക്കപ്പെട്ടത്. ഒരിക്കലും ഈ പൂജാരിയെ വിഗ്രഹത്തിൽ ലയിച്ചു പോവില്ല. പൂജ കഴിഞ്ഞ് തിരിച്ച് അങ്ങനെ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ പൂജാരിമാരോട് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നോ സംശയത്തിൽപ്പെടുത്താൻ പാടില്ല, ഇതൊന്നും നമ്മൾ പറയുന്നില്ല. ആ പൂജ അദ്ദേഹം ചെല്ലാമെന്ന് പറഞ്ഞതുമാണ്. പൂജ കഴിഞ്ഞ് അദ്ദേഹത്തെ മാനമര്യാദയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി ചോദ്യം ചെയ്യണമെങ്കിൽ ചോദ്യം ചെയ്യാമായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കിയത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ. ആരാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി? ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നയാൾ ആരാ? ആ വിളക്ക് കാണുന്നിടത്താണോ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിക്കാൻ മാത്രമുള്ള അല്പത്വമുള്ള ഒരു ആഭ്യന്തരമന്ത്രിയുള്ള നാട്ടിൽ ഇതിലപ്പുറം സംഭവിക്കും. തിരുവനന്തപുരം ജില്ലയിലാണല്ലോ മണക്കാട്, ഇവിടെയല്ലേ വിഴിഞ്ഞത്ത് പോലീസ് അടി കൊണ്ടിട്ട് എന്താ ചെയ്തത് നമ്മൾ കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെ ഓരോ കോടതി വിധി നടപ്പാക്കാൻ, ശബരിമലയിലല്ല പറയുന്നത്, മറ്റേ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് ചില കോടതി വിധി നടപ്പിലാക്കാനൊക്കെ എന്തുമാത്രം ശരിക്കും പറഞ്ഞാൽ തിരുവാതിര കളിക്കായിരുന്നു. ആരാധനാലയങ്ങളുടെ മുന്നിൽ കടന്ന് ഒരു തിരുവാതിര കളി കുമ്മിയടിയൊക്കെയാണ് പോലീസ് നടത്തിയത്. കാരണം അതിനപ്പുറം അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. മാറാട് സംഭവം നടന്നപ്പോൾ പ്രതിസ്ഥാനത്തായിരുന്നു പള്ളി, അത് ആ നിലയ്ക്ക് പൂട്ടിയ പള്ളിയായിരുന്നു. എന്നിട്ട് പോലും അവിടെ അല്ലെങ്കിൽ അവിടുത്തെ വിശ്വാസികൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ പെരുമാറാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇതര മതസ്ഥർക്ക് കിട്ടുന്ന ആ ആനുകൂല്യം ആചാരനിബദ്ധമായ ഹൈന്ദവ സമൂഹത്തിന് നൽകുന്നില്ല എന്ന് തന്നെയാണ് കേരളത്തിന്റെ പ്രത്യേകത. ഇന്ത്യ മതേതര രാജ്യമാണ് എന്ന് പറഞ്ഞാൽ മതനിരാസമോ മതനിഷേധമോ അല്ല, മതമില്ലാത്ത അവസ്ഥയല്ല. എല്ലാ മതങ്ങൾക്കും കൊടുക്കേണ്ടുന്ന ബഹുമാനം കൊടുത്ത് എല്ലാവർക്കും തുല്യ വിധത്തിലുള്ള പരിഗണന കൊടുക്കുന്നതിനെയാണ് മതേതരത്വം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ലംഘിക്കപ്പെട്ടത്. ആ തിരുമേനി എന്തെങ്കിലും കടുങ്കൈ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പോയി എന്നല്ലാതെ മറ്റാർക്കെങ്കിലും ഉത്തരവാദിത്വം. അദ്ദേഹം പറയുന്നുണ്ട്, ശശികല ടീച്ചർ, ഇതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചത് ഇതിലും ഭേദം ആത്മഹത്യ ചെയ്യുന്നതാണ് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും പരിപാവനമായ ഒരു ക്ഷേത്ര നടയെന്ന് വിലങ്ങ് വെച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്തറിവിന്റെ പുറത്തായിരുന്നു വിലങ്ങ് വെച്ച് കൊണ്ടുപോയത്? അദ്ദേഹം ഓടി രക്ഷപ്പെടുമായിരുന്നു. ഒരു അറസ്റ്റിൽ പാലിക്കേണ്ട, മിനിമം പാലിക്കേണ്ട എന്തെങ്കിലും മര്യാദകളോടെ പാലിച്ചിട്ടുണ്ടോ? ആ ക്ഷേത്ര നട തുറന്നിട്ടുകൊണ്ട് അത്തരത്തിൽ തിരുമേനിയെ കൊണ്ടുപോയത് അക്ഷന്തവ്യമായ അപരാധമാണ്. ആരാണോ അതിന് ഉത്തരവാദി ഇദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിരിക്കണമെന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. കാരണം ഇനി ഇത്തരത്തിൽ ആരാധനകൾക്കും മുടക്കം വരുത്തിക്കൊണ്ട്, ആചാരങ്ങൾക്കും മുടക്കം വരുത്തിക്കൊണ്ട് ഉള്ളൊരു കടന്നുകയറ്റം ഇനി ഒരാൾക്കും നടത്താൻ സാധിക്കരുത്. ആ നിലയിൽ കാര്യങ്ങൾ നടങ്ങണമെങ്കിൽ ഇവിടെ മാന്യമായി ഇപ്പൊ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ ഇനി അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കുള്ളൂ. ഇതൊരു പൊതുജനമല്ല കാണിച്ചത്. ഈ നീതിയും നിയമവും മതേതരത്വം ഒക്കെ പാലിക്കേണ്ട പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഇതുണ്ടായത് എന്നുള്ളത് തന്നെയാണ് ഈ അപരാധത്തിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നത്. പക്ഷേ ശശികല ടീച്ചർ, ഇത് പോലീസിന് ബോധ്യമായിട്ടുണ്ട്. പോലീസിന് ഇത് കാണിച്ചത് തെറ്റാണ് എന്ന് ബോധ്യമായി. അതുകൊണ്ടാണല്ലോ 8:30 ഒരു സ്വകാര്യ വാഹനത്തിൽ അദ്ദേഹത്തെ കൊണ്ട് തിരികെ വിടുന്നു. ഇന്ന് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പോലും ഇതിനെ പ്രതിരോധിക്കാൻ ഭരണപക്ഷത്തു നിന്ന്, LDFന്റെ പക്ഷത്തു നിന്ന്, ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ CPMന്റെ ഭാഗത്തു നിന്നോ LDF ഘടകകക്ഷിയിലെ ആളുകൾ പോലും വരുന്നില്ല. ഈ വിഷയത്തിലൊന്നും പറയാനില്ല എന്ന് പറയുന്നു. കാരണം അവർക്കറിയാം ചെയ്തത് തെറ്റാണ് എന്ന് അവർക്കറിയാം. പക്ഷേ ഇത് സമ്മതിക്കാനും കഴിയുന്നില്ല. അതാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ. ശശികല ടീച്ചർ, ഇവിടെ ഒന്ന് ആലോചിച്ചു നോക്കി, ഇത് ഇതര മതത്തിലെ ഒരാളോടാണ് ചെയ്തിരുന്നത് എങ്കിൽ ചാനലുകളിലേക്ക് ഓട്ടമായിരുന്നില്ലേ അവരുടെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട്? ഇവിടെ അവർക്കൊന്നും പറയാനില്ലാത്തത് എന്തുകൊണ്ട്?
മറ്റുള്ളതാണെങ്കിൽ അവർ ശരിക്കും പറഞ്ഞാൽ മറ്റേ കാളിദാസനെ വാത്മീകിയൊക്കെ തോൽപ്പിക്കുന്ന വിധത്തിൽ അവരുടെ സാഹിത്യം വരുമായിരുന്നല്ലോ. ആത്മരോഷം പൊട്ടി പടരുമായിരുന്നല്ലോ അവർക്ക്. ചാനലുകൾ തോറും ഓട്ടമായിരിക്കില്ലേ അവർക്ക്. പറഞ്ഞാലും തീരില്ലല്ലോ. ഇവിടെ എന്താണ് ഒളിപ്പിച്ചു വെക്കുന്നത്? അപ്പൊ ഹിന്ദുവിനോട് എന്തു ആകാം? തെറ്റ് പറ്റിയെന്നുള്ളത് എന്താ? പൂച്ചക്കുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി പിടിച്ച് അതേ സ്ഥലത്ത് കൊണ്ടുപോയില്ലേ? ആ പൂച്ചക്കുട്ടിക്ക് പോലും ഉണ്ടാകും മിനിമം അതിൻ്റെതായ അവകാശങ്ങൾ. ഇതൊരു ക്ഷേത്ര നടയിൽ നിന്ന് ഭക്തജനങ്ങളുടെ മുന്നിൽ നിന്ന് ആചാരം മുടക്കി കൊണ്ടുപോയി തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ തന്നെ ഒരു സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുവിടുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര നിസ്സാരമാണോ ഈ കാര്യങ്ങൾ? തീർച്ചയായും അതിന് ഉത്തരവാദികൾ ശിക്ഷിക്കപ്പെടണം. ശരിക്കും പറഞ്ഞാൽ ആ പൂജാരിയോട് അവർ മാപ്പ് പറയണം. പരസ്യമായിട്ട് ആ ക്ഷേത്ര നടയിൽ വന്ന് പൂജാരിയോട് മാത്രമല്ല ഭഗവാനോട് മൂർത്തിയോട് വേണമെന്നാണ് ഞാൻ പറയാം. പിഴപ്പണമിട്ട് അവിടെ ഒന്ന് മാപ്പ് പറഞ്ഞു പോകണം അവർ ആചാരങ്ങൾ മുടക്കിയതിന്. എങ്കിൽ മാത്രമേ ഇനി ഇത് എവിടെയും ചെയ്യാതിരിക്കുള്ളൂ. ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ, ഇങ്ങനെ ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ആചാരങ്ങൾ, പ്രത്യേകിച്ചും അദ്ദേഹം നട തുറന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ക്ഷേത്രത്തിലെ ആചാരം എന്ന് പറഞ്ഞാൽ നട വൈകിട്ട് തുറന്നു കഴിഞ്ഞാൽ നിരവധി പൂജാകർമ്മങ്ങളുണ്ട്. പൂജാകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ദീപാരാധന, അത്താഴ പൂജ അടക്കമുള്ള കാര്യങ്ങൾ നടത്തി ക്ഷേത്ര പൂജാരി അന്ന് ചെയ്ത പൂജകൾക്കെല്ലാം സമസ്താപരാധം പറഞ്ഞ് ക്ഷേത്രത്തിൻ്റെ നമസ്കാര മണ്ഡപത്തിൽ അദ്ദേഹം സാഷ്ടാംഗം നമസ്കരിച്ച് നടയടച്ചാണ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുന്നത്. ഇതൊന്നും നടത്താൻ സമ്മതിക്കാതെ പോലീസ് വിലങ്ങ് വെച്ച് കൊണ്ടുപോവുകയാണ്. ചോദ്യം ചെയ്യാനെന്നുള്ള പേരിലാണ്. പിറ്റേ ദിവസം എത്താമെന്ന് അറിയിച്ചതുമാണ്. അദ്ദേഹം തിരികെ ക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞത് കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ്. പിന്നീട് എത്ര വേദനയോടെ ആവും അദ്ദേഹം തിരികെ ആ നടയിലേക്ക് കയറിയത്. അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കണം. അത് പൂജാരിയല്ല, ആ ക്ഷേത്ര ഭാരവാഹിയാണ് ചെയ്യണം. പക്ഷേ ഒരാളെ ചോദ്യം ചെയ്യാൻ ഇങ്ങനെയാണോ വിളിക്കേണ്ടത് എന്നുള്ളതാണ് സംശയം. ശശികല ടീച്ചർ, അല്ല, അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹത്തെയാണ് ശിക്ഷിക്കേണ്ടത്, ഭഗവാനെയല്ല. ഇവിടെ ശിക്ഷിച്ചത് ആരെയാ? മൂർത്തിയല്ലേ, ഭക്തജനങ്ങളെയല്ലേ. ഇപ്പോ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇപ്പൊ ഇദ്ദേഹം നിരപരാധിയാണെന്ന് കണ്ടിട്ടാണ് തിരിച്ചുവിട്ടതെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അപരാധി തന്നെയാണ് എന്ന് കൂട്ടുക. അപരാധിയാണെങ്കിലും അവിടുത്തെ ഭക്തജനങ്ങളെയോ അവിടുത്തെ ആചാരങ്ങളെയോ അവിടുത്തെ ക്ഷേത്രത്തിലെ മൂർത്തിയോ അല്ല ശിക്ഷിക്കേണ്ടത്. ആ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ അനുവാദം കൊടുത്തുകൊണ്ടാണ് കൊണ്ടുപോകേണ്ടത്, അപരാധിയാണെങ്കിൽ പോലും. കാരണം ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതുവരെ ഇവരെവിടെയായിരുന്നു? അതിനു മുൻപ് അവർക്ക് കൊണ്ടുപോകാമായിരുന്നില്ലേ? അപ്പൊ ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനൊരിക്കലും ഭംഗം വരാതെ അത് കഴിഞ്ഞതിന് ശേഷം കൊണ്ടുപോകാൻ ഇദ്ദേഹം ഓടിപ്പോയില്ല, വിഗ്രഹത്തിൽ ലയിച്ചു പോയില്ല, ഇതൊന്നും സംഭവിക്കില്ല. അപരാധിയാണെങ്കിൽ പോലും കാത്തു നിൽക്കാമായിരുന്നു. അപ്പൊ ഇവിടെ അപരാധിയല്ല എന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ കൊണ്ടുവിട്ടത്. അപ്പോൾ എന്ത് തന്നെയായാലും പൂജാരിയോടും അവിടുത്തെ മൂർത്തിയോടും അവിടുത്തെ ഭക്തജനങ്ങളോടും ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ആഭ്യന്തര വകുപ്പിന്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിന് ഈ 3 വിഭാഗങ്ങളോടും അതിന് വേണ്ടുന്ന നടപടികൾ ചെയ്യണം. ഒപ്പം തന്നെ ഇതിന് ആരാണോ കാരണക്കാര്, ഇത്രയും എടുത്തുചാട്ടം ആരാണോ ചെയ്തത്, ഇത്രയും തെമ്മാടിത്തം ആരാണോ ചെയ്തത്, അവർക്കെതിരെ അച്ചടക്ക നടപടി, ഡിപ്പാർട്ട്മെന്റ് നടപടി ഉണ്ടായേ മതിയാകും. തീർച്ചയായും അവർക്കെതിരെ എന്തായാലും നടപടി ഉണ്ടാവണം. ചെയ്തത് തെറ്റാണെന്ന് ചെയ്തവർക്ക് തന്നെ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ പോലും അതിനെ പ്രതിരോധിക്കാൻ പോലും ആരും എത്താതിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ്